കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ ഇത്തവണ 199 കുട്ടികളാണ് സ്ഥൈര്യലേപനം സ്വീകരിച്ചത്. ആൺകുട്ടികൾ പെൺകുട്ടികളും അടക്കം സ്ഥൈര്യലേപനം സ്വീകരിച്ച ആഘോഷപൂർണമായ ചടങ്ങുകൾക്ക് കോട്ടപ്പുറം ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ നേതൃത്വം നൽകി. വികാരി ഫാദർ ജാക്സൺ വലിയോറമ്പിൽ മറ്റു വൈദികർ ചടങ്ങുകളിൽ സന്നിധരായിരുന്നു. ആഘോഷപൂർണമായ ആ ചടങ്ങുകളിൽ സംബന്ധിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് പള്ളിയിലും അങ്കണത്തിലുമായി സന്നിധരായിരുന്നത്. ഭക്തിപൂർണമായ ആഘോഷപൂർണമായ ആ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ്. വളരെ അധികം സഹകരണ മനോഭാവമുള്ള ഒരു ഇടവകയാണ് കോട്ടപ്പുറം. പല ചടങ്ങുകളും ആഘോഷങ്ങളും അതുകൊണ്ട് തന്നെ വളരെയേറെ പൊലിമയോടെയാണ് കോട്ടപ്പുറം ഇടവക കത്തീഡ്രലിൽ അവതരിപ്പിക്കാറുള്ളത്. രാവിലെ 8:30 ആരംഭിച്ച ചടങ്ങുകൾ 11:30 സമാപനമായത്. വളരെ നേരത്തെ തന്നെ കുട്ടികളും രക്ഷകർത്താക്കളും സന്നിധരായിരുന്നു. അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ വളരെയേറെ അനുഗ്രഹീതമായ ഒരു നിമിഷമായാണ് ഏവർക്കും അനുഭവപ്പെട്ടത്. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം. ഭക്തിപൂർണമായ ആ ചടങ്ങുകളിൽ സംബന്ധിച്ചവർ വളരെയേറെ ആ അനുഗ്രഹ നിമിഷത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. മെത്രാനും അച്ഛന്മാരും ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചു. ഞങ്ങളെ ഒരുക്കാനായി സഹായിച്ച എല്ലാ ടീച്ചർമാർക്കും വളരെ നന്ദി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നന്ദി പറയുകയാണ്. മെത്രാനും അച്ഛന്മാരും ഞങ്ങളെ വളരെ ആത്മീയമായി സംബന്ധിക്കുകയും ഞങ്ങൾക്ക് ഈ അഭിഷേക കർമ്മങ്ങളും എല്ലാം ചെയ്തു തന്നതിൽ നന്ദി അറിയിക്കുന്നു. ആ ചടങ്ങുകളിൽ സംബന്ധിച്ച ഒരു കുരുന്നിന്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. വളരെയേറെ ആഘോഷപൂർണമായ ആ ഒരു ചടങ്ങുകളിൽ വളരെയേറെ അനുഗ്രഹപൂർണമായ ഒരു നിമിഷമായിരുന്നു എന്നാണ് ആ കുരുന്ന് നമ്മളോട് പങ്കുവച്ചത്. ആ ചടങ്ങുകളുടെ ദൃശ്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി
അതിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ